വി.ഡി. സതീശൻ തന്നെ മുഖ്യമന്ത്രി. UDF അധികാരത്തിൽ വരും. 77നും 85 സീറ്റിനിടയ്ക്ക് പിടിച്ചുകൊണ്ട് UDFും 54നും 63 സീറ്റിടയ്ക്ക് പിടിച്ച് LDF പിന്നോട്ട് പോകും. 1 മുതൽ 3 സീറ്റ് വരെ പിടിച്ചുകൊണ്ട് NDA മുന്നണി വരും. നിയമവും അങ്ങനെ പിന്നെ 2 സീറ്റും പിടിച്ചുകൊണ്ട് NDA മുന്നണി വരും. ഈ സർവേ നടത്തിയിരിക്കുന്നത് 1,40,258 പേരിലാണ് ഈ സർവേ നടത്തിയിരിക്കുന്നത്. സർവേ നടത്തിയിരിക്കുന്ന ടീം എന്ന് പറയുന്നത് മാർക്കറ്റ് റിസർച്ച് ഏജൻസി ആയിട്ടുള്ള ടീം PSR ആണ് സർവേ നടത്തിയിരിക്കുന്നത്. അവർ ഇന്ത്യയിൽ, ബംഗാളിൽ, ആസാമിൽ, ത്രിപുരയിൽ, പുതുച്ചേരിയിൽ, ഒരുപാട് സ്ഥലങ്ങൾ, തമിഴ്നാട്ടിലൊക്കെ വലിയ സർവേകൾ നടത്തിയിട്ടുള്ളതാണ്. കഴിഞ്ഞ കാലങ്ങളിൽ അവരെ സർവേ കുറേ അധികം ആധികാരികമായി വന്നിട്ടുള്ള സർവേമാണ്. അവർ സർവേ പീരീഡായിട്ട് പറഞ്ഞിരിക്കുന്നത് മാർച്ച് 15, ഇപ്പോൾ കഴിഞ്ഞ മാർച്ച് 15 മുതൽ ഇന്നലെ വരെയുള്ള മാർച്ച് 22 വരെയുള്ള ഒരാഴ്ചക്കാലമാണ് അവരുടെ സർവേ പറഞ്ഞിരിക്കുന്നത്. ഞാൻ പറഞ്ഞു 77 മുതൽ 85 വരെയും 54 മുതൽ 63 വരെ LDFും 1 മുതൽ 3 സീറ്റ് NDAയും പിടിക്കുമെന്നാണ്. അവർ അവരുടെ റിപ്പോർട്ടിൽ പറയുന്നതനുസരിച്ചാണെങ്കിൽ ഒരുപാട് അത്ഭുതങ്ങൾ കേരളത്തിൽ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതായത് അവർ സർവേ നടത്തിയിരിക്കുന്നതിൻ്റെ ഒരു ഡെമോഗ്രഫി എന്ന് പറയുന്നത് SC/ST 10% ആളുകളിൽ അവർ സർവേ നടത്തി. അവർ പിന്നെ ക്രിസ്ത്യൻ ഒരു 17% ആളുകളിൽ, മുസ്ലിമിലാണ് കൂടുതൽ നടന്നത് 22%, അതുപോലെ തന്നെ നായർ കമ്മ്യൂണിറ്റിയിൽ 13.5%, ഈഴവ 19%, മറ്റ് കമ്മ്യൂണിറ്റികൾ 16.91%. ഇങ്ങനെയാണ് അവർ സർവേ നടത്തിയിരിക്കുന്നത്. ഏജ് ഗ്രൂപ്പ് അവർ 18 മുതൽ 19 വരെ ഒരു 10%, 20-29 7%, അങ്ങനെ 60-69 15%, 70-79 8%, 80+ 1.6%, 56%. ഇങ്ങനെ റൂറൽ ഏരിയയിലാണെങ്കിൽ 60% റൂറലും അർബൻ 40%മാണ് അവരെടുത്തിരിക്കുന്നത്. അവർ 44% പുരുഷന്മാരെയും 56% സ്ത്രീകളെയുമാണ് അവർ കവർ ചെയ്തിരിക്കുന്നത്. അവർ പിന്നെ അതുപോലെ തന്നെ ഒരു ആവറേജ് ഗ്രൂപ്പിൽപ്പെട്ട ആളുകളെ, അൺഎംപ്ലോയിഡ് ആയിട്ടുള്ള ആളുകളെ, എംപ്ലോയ്മെൻ്റ് ആയിട്ടുള്ള ആളുകളെ, ഹൗസ് വൈഫിനെ, പ്രൈവറ്റ് സെക്ടറിലുള്ളവരെ, സെൽഫ് ഓക്യുപ്പേഷൻ, പിന്നെ വിവിധ രീതിയിൽ ജോലി ചെയ്യുന്നവരെ, ഗവൺമെൻറ് സെക്ടറിലൂടെ അടക്കമുള്ള ജോലി ചെയ്യുന്നവർ, പിന്നെ എഡ്യൂക്കേഷൻ ഉള്ള ആളുകളുടെ വിദ്യാഭ്യാസ നിലവാരമനുസരിച്ചും അവർ ചെയ്തിട്ടുണ്ട്. 44% വോട്ട് UDFന് കിട്ടും എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഏകദേശം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് കിട്ടിയ വോട്ട് LDFന് 38% വോട്ടും NDAക്ക് 16% വോട്ടും മറ്റുള്ളവർക്ക് 2% വോട്ടുമാണ് പറയുന്നത്. 77 മുതൽ 85 സീറ്റ് വരെ UDF പറയുന്നുണ്ട്. നമ്മൾ പറഞ്ഞതാണ് ഒരിക്കൽ. LDF 54 മുതൽ 63 വരെ, NDA 1 മുതൽ 3 വരെ. ഇനി CMനെ വച്ചിട്ട് സാറ്റിസ്ഫാക്ഷൻ ഉള്ളവർ 31.34 ഉള്ളൂ. അതേസമയം ഡിസാറ്റിസ്ഫൈഡുകാരാണ്, പിണറായിക്കെതിരെയുള്ള അസംതൃപ്തരാണ് കൂടുതൽ. 49.11 50%-ഓളം ആളുകൾ അസംതൃപ്തരാണ്. ആവറേജ് 19.55. ആ ഒരൊറ്റ കാര്യം കൊണ്ട് തന്നെയാണ്, പിണറായി വിജയൻ എന്നുള്ള ഒരു വ്യക്തിയുടെ കൊണ്ട് തന്നെയാണ് ഈ ഗവൺമെൻറ് പോകാൻ പോകുന്നത്. വി.ഡി. സതീശൻ 25.24, പിണറായി വിജയൻ 23.23, രമേശ് ചെന്നിത്തല 16.88, KK ശൈലജ 7.18, പിന്നെ എല്ലാം വളരെ താഴെയാണ്. സുരേന്ദ്രൻ, രാജീവ് ചന്ദ്രശേഖർ എല്ലാവരും താഴെയാണ്. മുഖ്യമന്ത്രിയാകാനുള്ള ചാൻസ്, ഏറ്റവും കൂടുതൽ ചാൻസും ഏറ്റവും കൂടുതൽ ആര് മുഖ്യമന്ത്രി ആകണം എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു ചോദ്യത്തിനാണ് 25.24% ആളുകളും വി.ഡി. സതീശൻ വേണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്, ആകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിണറായി വിജയന് 23.23 ഉള്ളൂ. പിന്നെ മണ്ഡലങ്ങൾ എടുത്താൽ പല മണ്ഡലങ്ങളിലും അത്ഭുതങ്ങൾ സംഭവിച്ചേക്കാം. ഇരവിപുരത്ത് അത്ഭുതം സംഭവിക്കാം. UDF ജയിക്കാൻ സാധ്യതയുണ്ട്. ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന സ്ഥലങ്ങളാണ്. പാലക്കാട് ഒപ്പത്തിനൊപ്പമാണ്, BJPയും UDFും ഒപ്പത്തിനൊപ്പമാണ്. അവിടെ LDF പിക്ചറിലില്ല. അതുപോലെ തന്നെ തൃക്കരിപ്പൂർ സന്ദീപ് വാര്യർ അട്ടിമറിക്കും എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. അതുപോലെ തന്നെ പയ്യന്നൂരും പിന്നെ പയ്യന്നൂരൊക്കെ വ്യക്തമായ മുൻതൂക്കം ആർക്ക് വരും? നമ്മുടെ LDFന് തന്നെ വരും. അതേസമയം തളിപ്പറമ്പിലും LDFന് വരും. പക്ഷേ LDF തമ്മിലുള്ള വ്യത്യാസം 1% നിൽക്കുന്നത്. അത് എന്തും സംഭവിക്കാം. തളിപ്പറമ്പിൽ TK ഗോവിന്ദനാണ് നിൽക്കുന്നത്. പിന്നെ പേരാവൂരിലൊക്കെ UDF തന്നെയാണ് വരുന്നത്. അതുപോലെ ധർമ്മടത്ത് LDF തന്നെയാണ് വരുന്നത്. കൂത്തുപറമ്പ് ഇപ്രാവശ്യം ജയന്തി, പിന്നെ നടരാജൻ ജയന്തി, അതായത് നമ്മുടെ ലീഗിൻ്റെ ഒരു സ്ഥാനാർത്ഥി നിൽപ്പുണ്ട്, ഒരു വനിത നിൽപ്പുണ്ട്. ആ കൂത്തുപറമ്പിൽ അവർ ജയിക്കുമെന്നാണ് ഈ റിപ്പോർട്ട് പറയുന്നത്.
ഒരു വല്ലാത്തൊരു റിപ്പോർട്ടാണ്. അവർ ജയിക്കുമെന്നാണ് പറയുന്നത്. പേരാവൂരിൽ സണ്ണി ജോസഫ് ജയിക്കും. പിന്നെ വയനാട് സമ്പൂർണ്ണമായും UDF കൊണ്ടുപോകും. പിന്നെ കോഴിക്കോടും നല്ലൊരു സ്ഥലവും UDF കൊണ്ടുപോകാനാണ് സാധ്യതയുള്ളത്. നാദാപുരവും കുറ്റ്യാടിയും വടകരയും കൽപ്പറ്റയും അടക്കമുള്ള പ്രധാനപ്പെട്ട സ്ഥലങ്ങളെല്ലാം UDF കൊണ്ടുപോകും. അതുപോലെ നോർത്തും സൗത്തും, കോഴിക്കോട് നോർത്തും സൗത്തും UDF കൊണ്ടുപോകും. പിന്നെ ബേപ്പൂരിലാണ് മച്ചാനും മത്സരിക്കുന്നത്. ബേപ്പൂരിൽ സമാസമമാണ് LDFും UDFും സമാസമമാണ് ശതമാനം വോട്ട് പിടിച്ചിരിക്കുന്നത്. രണ്ടിൽ ആരും ജയിക്കാം എന്ന് പറഞ്ഞാൽ അൻവറിന് അവിടെ അത്ഭുതം സൃഷ്ടിക്കാൻ കഴിഞ്ഞേക്കാം മരുമോൻ്റെ സ്ഥലത്ത്. അതുപോലെ തന്നെ അങ്ങനെ താഴോട്ട് വന്ന് വളരെ പ്രധാനപ്പെട്ട പിന്നെ മലപ്പുറം ജില്ലയിലോട്ട് കയറും. മലപ്പുറം ജില്ലയിൽ കയറി കഴിഞ്ഞാൽ സമ്പൂർണ്ണ ആധിപത്യമാണ്. അത് താനൂരായാലും തവന്നൂരായാലും സമ്പൂർണ്ണ ആധിപത്യമാണ്. ലീഗിൻ്റെ സമ്പൂർണ്ണ ആധിപത്യമാണ് കാണുന്നത്. അവിടെ പിന്നെ എല്ലാ മണ്ഡലങ്ങളും, മിക്കവാറും എല്ലാ മണ്ഡലങ്ങളും UDF തന്നെ ജയിക്കുന്നതാണ് കാണുന്നത്. അതുപോലെ ഷൊർണൂർ ഒറ്റപ്പാലം LDFിലേക്ക് പോകും. വീണ്ടും പാലക്കാട് UDF ജയിക്കും എന്നാണ് കാണുന്നത്, രമേശ് പിഷാരടി. അതുപോലെ തന്നെ ബാക്കി അതേസമയം മറ്റ് ചില മണ്ഡലങ്ങൾ നെന്മാറ, ആലത്തൂർ, ചേലക്കര തുടങ്ങിയിട്ടുള്ള മണ്ഡലങ്ങളൊക്കെ LDF പിടിക്കാനാണ് സാധ്യതയുള്ളത്. ഗുരുവായൂർ വലിയ വിവാദം ഗോപാലകൃഷ്ണൻ ഉണ്ടാക്കിയിട്ടുള്ള സ്ഥലത്ത് UDF ജയിക്കാനാണ് സാധ്യതയുള്ളത്. അങ്ങനെ താഴേക്ക് വന്ന് തൃശ്ശൂർ വന്നിട്ട് തൃശ്ശൂർ വരെയുള്ള മണ്ഡലങ്ങളിൽ നമുക്കിന്ന് പറയാം, ബാക്കി അടുത്ത ദിവസം പറയാം. എന്തായാലും വളരെ വലിയ അട്ടിമറികൾ നടക്കാൻ സാധ്യതയുണ്ട്. UDF അധികാരത്തിൽ വരാനാണ് എല്ലാവിധ സാധ്യതകളും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു 85 സീറ്റിനകത്ത് വന്നുകൊണ്ട് UDF അധികാരത്തിൽ വരുമെന്നാണ് PSRൻ്റെ നിഗമനങ്ങൾ, പഠനങ്ങൾ പറയുന്നത്. ഇനിയും അവർക്ക് പഠനങ്ങളുണ്ട്. ഏപ്രിൽ 6 വരെ അവരുടെ പഠനങ്ങളുണ്ട്. അത് കഴിഞ്ഞ് ഏപ്രിൽ 9 കഴിഞ്ഞാൽ എക്സിറ്റ് പോളുകളുണ്ട്. ഇത് കഴിഞ്ഞിട്ട്, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷമുള്ള എക്സിറ്റ് പോളുകളുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇവരുടെ പഠനങ്ങൾ മോർ ഓർ ലെസ് ശരിയായി വരുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിത് മുഖവിലേക്കെടുക്കാം. എറണാകുളത്തേക്ക് കയറി കഴിയുമ്പോൾ എറണാകുളം മുതൽ തിരുവനന്തപുരം വരെ ഉള്ളതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് അടുത്ത ദിവസം പറയാം, അടുത്ത വീഡിയോയിൽ പറയാം. എന്തായാലും PSRൻ്റെ ഈ പഠന റിപ്പോർട്ട് ശരിയാകുമെന്ന് തന്നെയാണ് തോന്നുന്നത്. അങ്ങനെയാണെങ്കിൽ വലിയ അത്ഭുതം UDF ഉണ്ടാക്കും, വിസ്മയം തന്നെ ഉണ്ടാക്കും. പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ പിന്നെ 100-110 സീറ്റെല്ലാം കിട്ടുമോ, അല്ലെങ്കിൽ 100 സീറ്റ് കിട്ടുമോ VD സതീശൻ്റെ എന്നുള്ളത് വലിയ പ്രശ്നമാണ്. അപ്പോൾ അതുപോലെ തന്നെ സുധാകരൻ ഉൾപ്പെടെയുള്ള ആളുകളുടെ വരാനിരിക്കുന്ന ഞെട്ടിക്കൽസ് കാര്യങ്ങളുണ്ട്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ, എറണാകുളം മുതൽ താഴേക്കുള്ളത് അടുത്ത വീഡിയോയിൽ ചെയ്യാം.